ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? മധുരം ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? ഒരുവിധം എല്ലാവർക്കും മധുരം ഇഷ്ടമാണ്. ചിലവർക്കത് കഴിക്കാൻ പറ്റില്ല. എന്നാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റാവുന്ന കുറച്ച് മധുരത്തിൽ നമുക്കിന്നൊരു മണിപ്പുട്ട് ഉണ്ടാക്കാം. ഇവിടെ ഇതിന് മണിപ്പുട്ട് എന്ന് പറയും, ചില സ്ഥലത്ത് ഇതിന് പാൽക്കൊഴുക്കട്ട എന്ന് പറയും. എന്തായാലും ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആകെ 2-3 ചേരുവകളല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പേര് പറയുക എന്നുള്ളത് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ മണിപ്പുട്ടാണ്. ചിലവർ പാൽക്കൊഴുക്കട്ട എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ യൂട്യൂബിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളവിടെ എന്താ പേര് എന്നുള്ളത് നമുക്കറിഞ്ഞാൽ പല പേരുകളുണ്ടാവുമല്ലോ, ഓരോ സാധനത്തിന് ഓരോ സ്ഥലത്ത് പല പേരുകളാണല്ലോ. അപ്പോൾ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചതിലേക്ക് നമ്മളതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ, നൂൽപുട്ടിൻ്റെ പൊടി. അപ്പോൾ ആ പൊടി ആയാലും കുഴപ്പമില്ല. പത്തിരിക്ക് വാട്ടിയെടുക്കണ പോലെ ആ പൊടി വാട്ടിയെടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറയണില്ല. ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു അതിൽക്കൊരു കപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആ വെള്ളം എത്തണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കരുത് കേട്ടോ, പൊടിയായ കാരണം അടി പിടിക്കും. അപ്പോൾ നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇനി അത് ചൂടാറാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പരന്ന പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് രാവിലെ ചായക്ക് കടിയൊക്കെ ആയിട്ട് എടുക്കാം. ഇതേപോലെ തന്നെ ശർക്കരയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ശർക്കരയും കാട്ടി ഭംഗി ഈ പഞ്ചസാര ഇട്ട് കാണാനുള്ളതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ശർക്കര വെച്ചിട്ടാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഉമ്മാക്കൊക്കെ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ അത് കുതിരും ചെയ്യും, നമുക്ക് നനക്കാനുള്ള വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായി ചൂടാറാൻ നിൽക്കേണ്ട, ഒരു ചെറു ചൂടോട് കൂടിയിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ വലിയതായിട്ട് കുഴക്കമൊന്നും വേണ്ട, നമ്മളെ പത്തിരിമാവ് പോലൊന്നും ഞാൻ കുഴച്ചെടുക്കാറില്ല കേട്ടോ. ഞാൻ ഒരുവിധം കുഴ ആയാലും നിർത്തി വെക്കും. പത്തിരിക്ക് കുഴക്കണ പോലെ ഒന്നും കുഴക്കാൻ നിൽക്കില്ല. അപ്പോൾ വെള്ളം ഒന്ന് തൊട്ടിട്ട് കുഴച്ച് കൊടുക്കുമ്പോൾ വേഗം ആവും. കണ്ട, അപ്പോൾ ഞാൻ ഇത്രയായിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളൂ. ഇതാ കണ്ടില്ലേ, ഇത്രക്കായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളൂ. നല്ല വലിയതായിട്ട് കുഴച്ചെടുത്തിട്ടൊന്നുമില്ല. ഇനി ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാം. ഇനി ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല കേട്ടോ, വലിപ്പം ചെറുപ്പം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് മീഡിയം വലിപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് കഴിയണമല്ലോ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചെറിയ ചെറിയ പണികൾ ചെയ്യാൻ ഭയങ്കര മടിയാണ്. പെട്ടെന്ന് കഴിയണം. ഈ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വേഗം കഴിയണം. അപ്പോൾ അതങ്ങനെ ചെറിയതായിട്ട്, ചെറുതല്ല കുറച്ച് വലിയതാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക കേട്ടോ. അവരെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരും. അപ്പോൾ പെട്ടെന്ന് നമ്മളെ പണികൾ കഴിയും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ 3 ആൾക്കല്ലേ വേണ്ടുള്ളൂ, അത് കാരണം പിന്നെ കുറച്ചല്ലേ ഉണ്ടാക്കണ്ടുള്ളൂ. അല്ല, കുറച്ചധികം ആൾക്കാരുള്ള വീടൊക്കെ ആണെങ്കിൽ മക്കളെ കൊണ്ടൊക്കെ ഇങ്ങനെ അവർക്കും പണിയെടുക്കാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ അവരത് വേഗമാക്കി തരുകയും ചെയ്യും. അപ്പോൾ അത് നമ്മളെല്ലാം ഉണ്ടകളാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ആ പൊടി വാട്ടുന്ന സമയത്ത് നെയ്യ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് നെയ്യ് അതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നെയ്യ് ഇഷ്ടമില്ലാത്ത കാരണമാണ് നെയ്യ് ഒഴിക്കാഞ്ഞത്. ഇതിലാകെ ബുദ്ധിമുട്ടുള്ള പണി ഈ ഉണ്ടകളാക്കി എടുക്കലാണ്, ബാക്കിയൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇതിന് കുറച്ച് നേരം നിൽക്കണം. ചെറിയതാക്കി എടുക്കുകയൊക്കെ ആണെങ്കിൽ, അതാണ് ഞാൻ ഇപ്പോൾ മീഡിയം വലിപ്പത്തിലാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതാണ് ഇഷ്ടമെങ്കിൽ ചെറിയ ബോളുകളാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഈ ഉണ്ടകളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് ഞാൻ ആവി കയറ്റാനാണ് വെച്ചേക്കുന്നത്. ഇഡ്ഡലി ചെമ്പിൻ്റെ ആ തട്ട് വെച്ചിട്ടുണ്ട് ആവി കയറ്റുന്നത്. ഇനി അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് തടവി കൊടുക്കാട്ടെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി അതിൽക്ക് ഉണ്ടകളൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ചതിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ചിലപ്പോൾ ഒന്ന് ഒട്ടി പിടിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഇതാവാൻ അടി പിടിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ അതിങ്ങനെ കലങ്ങി വരുന്ന പോലെ ആവും. അപ്പോൾ ആവി കയറ്റിയാണ് ഏറ്റവും നല്ലത്. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിലാവും. നമ്മളത് വേവിച്ച പൊടിയാണല്ലോ, നമ്മൾ വാട്ടിയെടുത്ത പൊടിയാണല്ലോ. അപ്പോൾ അത് പെട്ടെന്നായിട്ടുണ്ട്. ഇനി അതൊന്ന് എടുത്തിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഞെക്കി നോക്കിയാൽ മതി. അപ്പോൾ അത് കൈമിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, കണ്ടപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേവേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കത് മാറ്റി വെച്ചിട്ട് ഇനി പാലൊന്നും വെക്കാണ്ടല്ലോ, പാൽക്കൊഴുക്കട്ടാണല്ലോ. അപ്പോൾ അതിന് പാല് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത് പാലിലുണ്ടാക്കണവരുണ്ട് കേട്ടോ. ഞങ്ങൾക്കിവിടെ പാലിനെക്കാട്ടും ഇഷ്ടം തേങ്ങാപ്പാലിലുണ്ടാക്കണതാണ്. ചിലവർ ഫസ്റ്റ് പാലൊഴിച്ച് വേവിച്ചിട്ട് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കും. അപ്പോൾ അതിനെക്കാട്ടിയും ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ അതിൽക്കൊരു കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരു 3/4 മുറി തേങ്ങ ഉണ്ട്, വലിയ തേങ്ങയുടെ 3/4 മുറിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് തേങ്ങാപ്പാലാക്കി എടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് ഒറ്റ പാലായിട്ട് എടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. പശുമ്പാലും കാട്ടിയും ടേസ്റ്റ് തേങ്ങാപ്പാലിനാണ് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ എടുത്ത് നോക്കി വെക്കും. അപ്പോൾ അതാ ഇനി നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ ഏലക്കപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച കാരണമാണ് ഇങ്ങനെ ആയേക്കുന്നത്. കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് നമുക്കൊരു സ്പൂണ് അരിപ്പൊടിയാണ്. അതൊന്ന് കലക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ കലക്കിയതിട്ട്, മുന്നേ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഞാൻ മറന്നുപോയി. അപ്പോൾ പച്ചവെള്ളത്തിൽ കലക്കിയെടുത്തു. കട്ടയില്ലാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ടയാണെങ്കിൽ പിന്നെ നമ്മളതിലിട്ട് ഇളക്കുമ്പോൾ അത് കട്ട അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കട്ട എടുക്കും. അപ്പോൾ കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി കട്ട ഉണ്ടെങ്കിൽ നിങ്ങൾ അരിച്ചിട്ടായാലും ഒഴിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ അത് ഞാൻ എല്ലാ കട്ടിയും സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ആ തേങ്ങാപ്പാലിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒന്ന് ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടൊന്നുമില്ല, ചൂടായപ്പോൾ തന്നെ ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും, അവിടെ ഇവിടെ ഒക്കെ കട്ട പിടിക്കും, അല്ലെങ്കിൽ അടി പിടിക്കും. അത് കാരണം നന്നായി ഇളക്കി കൊടുക്കണം, കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി തേങ്ങാപ്പാൽ ഇതേപോലെ കുറുക്കിയെടുക്കാതെ നമുക്ക് പച്ചപ്പാലിലേക്ക് തന്നെ ആ ഉണ്ടകൾ ഇട്ടിട്ട് നമുക്ക് അങ്ങനെയും കോരി കഴിക്കാം കേട്ടോ. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കുറേ നേരം ഒന്നും ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആ കൊഴിച്ച് കൊടുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, ഒന്ന് വേവണ വരെ ഒന്ന് ഇതാക്കിയാൽ മതി. അപ്പോഴാണ് ഈ തേങ്ങാപ്പാലൊന്ന് കുറുകി വരിക. അപ്പോൾ കണ്ടില്ലേ, നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറുകിയാൽ മതി, നന്നായി കുറുകാൻ നിൽക്കണ്ട. ഇതേപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ആ ഉണ്ടകൾ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ മുന്നേ മണിപ്പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് അതിൽ ഇട്ട് കൊടുക്കാം. കണ്ട, നമ്മുടെ ഒരെണ്ണം പോലും കട്ട പിടിച്ചിട്ടില്ല. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒട്ടി പിടിക്കുക അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ആദ്യം ആവി കയറ്റിയ കാരണം ഇനി ഒട്ടി പിടിക്കുകയൊന്നുമില്ല, അത് അടി പിടിക്കില്ല. നമ്മൾ നന്നായി ഇളക്കി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് മെയിനായ സാധനം ഇട്ടില്ലല്ലോ, പഞ്ചസാര ഇടണ്ടേ. അപ്പോൾ ആവശ്യത്തിലുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കും. മധുരം കൂടുതലാണ് ഇതിന് ടേസ്റ്റ് കൂടുക. പക്ഷേ എനിക്ക് ഉമ്മാക്ക് കൊടുക്കണ കാരണം ഞാൻ കുറച്ച് മധുരം ഇതിൽ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി കൂടുതൽ നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പഞ്ചസാര ഒക്കെ ഒന്ന് തവണ വരെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഏലക്ക പൊടിച്ചതിൽ കുറച്ചും കൂടിയും പഞ്ചസാരയുടെ പൊടി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ ഇരുന്ന് ഉറുമ്പ് വന്നിരിക്കുമല്ലോ, ഇപ്പോൾ ഉറുമ്പിൻ്റെ ഒരു ശല്യമുള്ള സമയമാണല്ലോ. അപ്പോൾ ഇനി കുറച്ച് ചുക്കുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുക്കുപൊടി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ചുക്കുപൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നമ്മളെ കയ്യിൽ ചുക്കുപൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നന്നായി കുറുകാൻ നിൽക്കണ്ട കേട്ടോ, അത് ഇരുന്നിട്ട് ഒന്നും കൂടിയും കുറുകണതാണ്. തേങ്ങാപ്പാലും പിന്നെ അരിപ്പൊടിയൊക്കെ ആയ കാരണം ഒന്നും കൂടി ഇരുന്നിട്ട് അത് കുറുകും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കാനായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും അല്ലെങ്കിൽ രാവിലെ ചായക്കൊക്കെ ആയിട്ട് നമുക്ക് ഓരോ ദിവസം മാറ്റി മാറ്റി കൊടുക്കാമല്ലോ. ഈ ബേക്കറി പലഹാരങ്ങളൊക്കെ മേടിച്ച് കൊടുക്കണമെങ്കിൽ നല്ലതാണല്ലോ. ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കളെ ശരീരത്തിനും നല്ലതാണല്ലോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറയണം കേട്ടോ. അതേപോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും പറഞ്ഞോളൂ. അപ്പോൾ നമുക്കത് മാറ്റി ശരിയാക്കാമല്ലോ അടുത്ത വീഡിയോയിലൊക്കെ. അപ്പോൾ അതാ നമ്മുടെ മണിപ്പുട്ടൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കുറുകിയതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്ര കുറുകാൻ നിൽക്കണ്ട കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് നേരം വെച്ച് ഇതുപോലെ കുറുകിയിട്ട് വരും. കണ്ടില്ലേ, നല്ല കുറുകി വന്നിട്ടുണ്ട്. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മക്കൾക്കും നമുക്കും എല്ലാവർക്കും ഇഷ്ടമാവും. വെറും 2-3 ചേരുവ കൊണ്ടുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം.